ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ജോലി അനുവദനീയമാണോ? തീർച്ചയായും ഉത്തരം ഹലാലാണ് എന്ന് തന്നെയാണ്. നമുക്കൊരുപാട് മാതൃകകളുണ്ട്. ആയിഷ ബീവി, ഖദീജ ബീവി ജ്ഞാനപരമായി നമുക്കൊരുപാട് അറിവുകൾ പകർന്നു നൽകുന്നത് ആയിഷ ബീവിയിലൂടെയാണ്. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത വനിതയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതേപോലെ ഖദീജ ബീവി ഒരു ബിസിനസ്സുകാരിയായിരുന്നു. നബിയുടെ ആദ്യ ഭാര്യ ഖദീജ ബീവി ഒരു ബിസിനസ്സുകാരിയായിരുന്നു. ഇതിൽ നിന്നെല്ലാം ജോലി ഹലാലാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഹലാലാകുന്നത് എങ്ങനെ? അത് ഹലാലായ മാർഗത്തിലുള്ള ജോലിയാവണം. ഒരിക്കലും ഹറാമിലേക്ക് പോകാൻ പറ്റില്ല. റിബ, വ്യാജമായ ജോലി, അതുപോലെ ഔറത്ത് മറയ്ക്കാതെയുള്ള ജോലി, ഇതെല്ലാം എന്താണ്? ഹറാമ് തന്നെയാണ്. അപ്പോൾ ആ ജോലിയും എന്താവും? ഹറാമാവും. ഒന്നാമത് ഔറത്ത് മറയണം എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഹലാലായത് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ ഒരു കച്ചവടമാണെങ്കിലും ലഹരി പോലത്തെ ഹറാമായതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? വിൽക്കാൻ പറ്റില്ല. അടുത്തതായിട്ട് പറയാനുള്ളതാണെങ്കിൽ എന്താണ്? അന്യ പുരുഷന്മാരോടുള്ള സമീപനം അതെന്ത് ചെയ്യണം? പരമാവധി ഒഴിവാക്കണം. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് അവരുമായിട്ട് സംസാരിക്കാനും ഇടപഴകാനും പാടുള്ളൂ. അനാവശ്യമായിട്ട് സംസാരിക്കേണ്ടതില്ലല്ലോ. അങ്ങനെ അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമതായി പറയുകയാണെങ്കിൽ അവളുടെ കുടുംബത്തിനോടുള്ള കടമകൾ നിറവേറ്റിക്കൊണ്ടായിരിക്കണം ജോലി. അതിപ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. കുടുംബത്തോടുള്ള കടമ എന്തായാലും എന്ത് ചെയ്യണം? നിറവേറ്റുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നാലാമതായിട്ട് പറയുകയാണെങ്കിൽ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ സമ്മതമാണ്. ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി ജോലിക്ക് പോകണം. ഒരു വിധം നല്ല രീതിയിൽ ചിന്തിക്കുന്നവരാണെങ്കിലൊക്കെ എന്ത് ചെയ്യും? അനുമതി നൽകും. അപ്പോൾ അത്രയ്ക്കാണ് ജോലിയുമായി ബന്ധപ്പെട്ട് പറയാനാണെങ്കിലുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ സ്ത്രീകൾക്ക് ജോലി ഹലാൽ തന്നെയാണ്. സ്ത്രീയുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനും അവളുടെ സ്വാതന്ത്ര്യത്തിനും ഇത്രത്തോളം മഹത്വം കൽപ്പിക്കുന്ന ഒരു മതം അത് ഇസ്ലാം തന്നെയാണ്. പിന്നെ ഒരുപാട് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സംശയമാണ്, ജോലി ചെയ്യാനൊന്നും ഇസ്ലാമിൽ സ്വാതന്ത്ര്യം അനുവദിക്കുന്നില്ല. തീർച്ചയായും ഇസ്ലാമിൽ സ്ത്രീകൾക്ക് ജോലി അനുവദനീയമാണ്. പിന്നെ അവളുടെ ഔറത്ത് മറക്കൽ അതൊക്കെ അവൾക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയാണ്. സോഷ്യൽ മീഡിയ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അനുവദനീയം തന്നെയാണ്. അതിനും എന്ത് ശ്രദ്ധിക്കണം? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.